യേശു ഞങ്ങൾക്കൊരു കഥയല്ല, യേശു ഞങ്ങൾക്കൊരു യാഥാർത്ഥ്യമാണ്. Jesus is alive. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശുവിൻ നാമത്തിൽ മടങ്ങും. Actually, from 13 years of age, I always had migraine. The pain was unbearable. I used to take around 12 to 16 tablets a day. They did CT, they did MRI, they could not find out why I was having this severe pain. Medical science is so advanced and they can't treat something like headaches. In the evening we came here. That night, God did heal me. And that night I stopped my medications. Don't stop praying. Keep knocking because God will come. വീൽ ചെയറിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചിരട്ട തെന്നി ആ സ്ഥാനത്ത് വന്നു. വീൽ ചെയറിൽ ഇരുന്ന വ്യക്തിയായി തുള്ളിച്ചാടുന്നേ. ലൂക്കോസ് 5-ാം അധ്യായം നമ്മൾ ഈ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുമ്പോൾ നമ്മളുടെ ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. യേശു കർത്താവ് ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ സാത്താൻ യേശു കർത്താവിനോട് പറഞ്ഞു, കല്ലിനെ അപ്പമാക്കിയിട്ട് കഴിക്കാം എന്ന്. അപ്പോൾ യേശു പറഞ്ഞു, വേണ്ട, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. കല്ലിനെ അപ്പമാക്കാൻ യേശുവിന് കഴിയും. പക്ഷേ
യേശു പറഞ്ഞു, അത് വേണ്ട, അപ്പം കൊണ്ട് അല്ല, വചനം കൊണ്ട് ജീവിക്കണം. അപ്പോൾ ഉപവാസത്തിൽ ഇരിക്കുന്ന മനുഷ്യന് ദൈവവചനത്തിൽ നിന്ന് ജീവിക്കുവാനുള്ള എക്സർസൈസ് ആണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനത്താൽ ജീവൻ പ്രാപിക്കുവാൻ നാം പരിശീലിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടെ വചനത്തിൽ ഇരിക്കണം. വചനത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തുടർന്നുള്ള 1 മണിക്കൂർ സമയം നിങ്ങളായിരുന്നാൽ നിങ്ങൾക്ക് പുതിയൊരു അനുഗ്രഹം ലഭിക്കും. നമ്മൾ ഇന്ന് കാണുന്ന ആകാശം കുറേ കാലം കഴിയുമ്പോൾ മാറിപ്പോവും. നമ്മളിന്ന് ചവിട്ടി നിൽക്കുന്ന കൊട്ടാരക്കര ജംഗ്ഷൻ, ഈ മണ്ണ് ഒരു ദിവസം മാറിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറുകയില്ല. അങ്ങനെ ആകാശഭൂമികൾ മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിൽ ദൈവം തന്നതിനാൽ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഈ വചനം ആദ്യമായി എഴുതിയത് മലയാളത്തിൽ അല്ല. ഈ വചനം ആദ്യമായി എഴുതിയത് തമിഴിലും അല്ല, ഹിന്ദിയിലും അല്ല, ഇംഗ്ലീഷിലും അല്ല. ഇത് ഗ്രീക്ക്, ഹീബ്രു, എബ്രായ ഈ ഭാഷകളിലൊക്കെയാണ് എഴുതപ്പെട്ടത്. കുറേ വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അത് ഇംഗ്ലീഷിൽ വരികയും ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ഒക്കെ വരുവാൻ മഹാദൈവം കൃപ ചെയ്തു. അങ്ങനെ 100 കൊല്ലം മുമ്പ് മാത്രമാണ് ഈ പുസ്തകം മലയാളത്തിൽ എത്തിയത്. എന്നാൽ ഇപ്പോഴും എത്താത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട്. കഴിഞ്ഞ വർഷമാണ് മൈഥിലി എന്ന ഭാഷയിൽ ബൈബിൾ ഉണ്ടായത്. അത് ബീഹാറിലൊരു സ്ഥലമാണ്. അവിടെ കുറേ ഭാഷകളുണ്ട്. ആ ഭാഷ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഒരു സുവിശേഷകനെ കാണാൻ ചെല്ലുകയും മൈഥിലി ഭാഷയിൽ അടിച്ച ആദ്യത്തെ ബൈബിൾ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തപ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീരിങ്ങനെ ഒഴുകി. മാതൃഭാഷയിൽ ബൈബിൾ ലഭിക്കുമ്പോഴുള്ള സന്തോഷം ഭയങ്കരമാണ്. എന്നാൽ നമുക്ക് പണ്ടേ ലഭിച്ചതുകൊണ്ട് നമുക്ക് അത്ര വലിയ സന്തോഷമില്ല. എന്നാൽ നമ്മുടെ ഭാഷയിൽ ബൈബിൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ അനുഗ്രഹങ്ങളൊന്നും ഈ അളവിൽ ലഭിക്കുകയില്ല. ഈ പുസ്തകം ഈ വിധത്തിൽ മലയാളത്തിലാക്കി തരുവാൻ കഠിനാധ്വാനം ചെയ്ത കുറേ മിഷണറിമാരുണ്ട്. അവരെയെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ വേദപുസ്തകം തർജ്ജിമ ചെയ്തിട്ടില്ലാത്ത അനേക സ്ഥലങ്ങളിൽ ഈ ബൈബിൾ എത്തിക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിക്കുകയാണെങ്കിൽ അതിനായിട്ട് നിങ്ങളെ തന്നെ ഈ കൂട്ടത്തിൽ സമർപ്പിച്ചു കൊള്ളുക. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭാഷയിൽ ലഭിച്ചതിനാൽ ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ഇത് ഒരക്ഷരത്തെറ്റില്ലാതെ, ഒരു മായം ചേർക്കാതെ, അതിൻ്റെ സത്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മുടെ കയ്യിൽ ദൈവം തന്നു. ഇതൊന്ന് വായിക്കാനെങ്കിലും നമ്മൾ മനസ്സുള്ളവരാകണം. ഇതൊന്ന് ഗ്രഹിക്കാൻ നമ്മൾ മനസ്സുള്ളവരാകണം. ഇത് വിശ്വസിക്കാൻ നമ്മൾ മനസ്സുള്ളവരാകണം. ഇതിൻ്റെ ഒരു പുസ്തകം, ഒരു കോപ്പി വാങ്ങാൻ നമ്മൾ മനസ്സുള്ളവരാകണം. രാവിലെയും വൈകിട്ടും എങ്കിലും ഈ പുസ്തകം കയ്യിലെടുത്ത് പ്രാർത്ഥനയോടുകൂടെ വായിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം അത്രമാത്രം ശക്തിയുള്ളതാണ്, അത്രമാത്രം പ്രയോജനമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും ദൈവം നമുക്ക് തരുന്ന നല്ല അവസരം ഈ ആയുസ്സിൽ ഏറ്റവും വിലയേറിയ അവസരമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ലഭിക്കുന്ന യാതൊരവസരവും തള്ളിക്കളയാതെ
അത് ഉള്ള നിലയിൽ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും പിന്നെയും കൃപ ചെയ്യുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മളിന്ന് പഠിക്കാനും ധ്യാനിക്കുവാനും പോവുകയാണ്. അതിനകത്തുള്ള ദൈവിക ആലോചനകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അധ്യായത്തോട്ട് കയറുകയാണ്. ഈ അധ്യായം ആരെങ്കിലും ഒരാൾ മൈക്കിൽ കൂടെ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കുകയും നിങ്ങളുടെ പുസ്തകത്തിലേക്ക് നോക്കുകയും ചെയ്യാം. വായിക്കാം. അവൻ ഗനസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുവാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകുകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്നു പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ട ഈ വചനം ഇന്ന് കൊട്ടാരക്കരയിൽ ഇരുന്നു കൊണ്ട് മലയാളത്തിൽ വായിച്ച് വ്യാഖ്യാനിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ പെരുമഴയുള്ള ദിവസത്തിൽ ഈ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആർത്തിയോടെ വന്നു ചേർന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ, ഏകാഗ്ര ഹൃദയം നൽകണമേ, സന്നിധി ബോധം നൽകണമേ, സൗഖ്യം നൽകണമേ, പുതുക്കം നൽകണമേ, ജീവൻ നൽകണമേ, ചൈതന്യം നൽകണമേ, വചനം ഗ്രഹിപ്പാൻ കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. 3 അത്യാവശ്യക്കാരെ ഇവിടെ കാണാം. 3 അത്യാവശ്യക്കാരെ. ഒന്നാമത്തെ അത്യാവശ്യക്കാര് വചനത്തിൻ്റെ അത്യാവശ്യക്കാർ. അവർ എന്തു ചെയ്തുകൊണ്ടിരുന്നു എന്നിപ്പോൾ വായിച്ച വാക്യത്തിലുണ്ട്. പറയാമോ? വചനം കേൾക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു എന്ന ആ വാക്യത്തിലുണ്ട്. പറയാമോ? തിക്കിക്കൊണ്ടിരുന്നു. ആരെ? യേശുവിനെ. വചനം കേൾക്കാൻ വേണ്ടി തിക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അവർ കർത്താവിനെ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിക്കുക. വചനം പറ, വചനം പറ, വചനം പറ, വേറെ സമയം കളയാതെ വചനം പറ എന്നും പറയും. അതെന്താ അവർക്ക് ഇങ്ങനെ ഒരു ബെത്തപ്പാട് വന്നേ? അവരിങ്ങനെ യേശുവിനെ തിക്കാനുള്ള കാരണം എന്താ? കൊച്ചു കുഞ്ഞ് വിശക്കുമ്പോൾ എന്തു ചെയ്യും? അമ്മയെ ഉപദ്രവിക്കും അല്ലേ? കുത്താനും ചവിട്ടാനും ഒക്കെ തുടങ്ങും. എന്താ വിഷയം? അമ്മയുടെ വൈരാഗ്യം ഉണ്ടായിട്ടല്ല, വിശന്നിട്ട. ശരിയല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ, തീരെ കുഞ്ഞു കുഞ്ഞുങ്ങൾ
കുറേ നേരം കഴിയുമ്പോൾ അമ്മയെ ചവിട്ടാൻ തുടങ്ങും, അതും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങും, ബൈബിളൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങും. എന്താ വിഷയം? വിശന്നിട്ടാണ്. ഇവിടെ ഇതാ ചിലർ യേശുവിനെ ബുദ്ധിമുട്ടിക്കുക. എന്താ വിഷയം? വിശന്നിട്ടാണ്. എന്ത് വിശപ്പ്? വചനത്തിനായുള്ള വിശപ്പ്. അങ്ങനെയുള്ള ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ മഴയത്ത് വരുമോ? അല്ലേ? സ്തോത്രം. ശരിക്കും സത്യമായിട്ടും വചനത്തിന് അങ്ങനെ ഒരു വിശപ്പുണ്ടോ? വചനത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. വചനത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി വിശക്കുന്ന ഒരു ഗ്രൂപ്പ്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അപ്പത്തിനായുള്ള വിശപ്പല്ല. ബാക്കി പറയാമോ? വെള്ളത്തിനായുള്ള ദാഹവുമല്ല, പിന്നെ ദൈവവചനം കേൾക്കേണ്ടതിനുള്ള ആർത്തി തന്നെ ഞാൻ ജനത്തിൻ്റെ മേൽ അയക്കും. അപ്പോൾ വചനത്തിന് വേണ്ടി വിശപ്പുള്ള ഒരു കൂട്ടം ആളുകൾ, ഭയങ്കര വിശപ്പ്. ഒരു കർത്താവിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ്, വചനം കേൾക്കണം, വചനം കേൾക്കണം, വചനം കേൾക്കണം, വചനം കേൾക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? വചനം കേൾക്കുമ്പോഴാണ് ഉൾക്കണ്ണ് തുറക്കുന്നത്. വചനം കേൾക്കുമ്പോഴാണ് ജീവൻ ലഭിക്കുന്നത്. വചനം കേൾക്കുമ്പോഴാണ് സൗഖ്യമുണ്ടാകുന്നത്. അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു, അവരുടെ കുഴികളിൽ നിന്നവരെ കയറ്റുന്നു. അപ്പോൾ വചനത്തിന് സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്, അപ്ലിഫ്റ്റ് ചെയ്യാൻ ശക്തിയുണ്ട്. വചനം ഹീലിംഗ് തരുന്നതാണ്, വചനം ഉയർത്തുന്നതാണ്. അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു, അവരുടെ കുഴികളിൽ നിന്നവരെ കയറ്റുന്നു. വചനത്തിന് ഹീലിംഗ് പവറുണ്ട്. അത് സൗഖ്യമാക്കുന്നതാണ്, അത് ഉയർത്തുന്നതാണ്, കുഴികളിൽ നിന്ന് ഉയർത്തുന്നതാണ്. സ്തോത്രം. ഓടിപ്പോകുന്ന കാറോ ജീപ്പോ പെട്ടെന്നൊരു കുഴിയിലോട്ട് വീണാൽ പിന്നെ ഏത് ഗിയർ ഇട്ടാലും പ്രയോജനമില്ല. അതേസമയത്ത് കയറ്റത്തിലാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ടാൽ കയറിപ്പോവും. പക്ഷെ വണ്ടി ഒരു കുഴിയിലോട്ട് വീണു പോയെങ്കിൽ, മറിഞ്ഞു പോയെങ്കിൽ പിന്നെ ഗിയർ മാറിയിട്ട് കാര്യമില്ല. പിന്നെ ഈ വണ്ടിയെ പൊക്കണമെങ്കിൽ ലിഫ്റ്റ് വരണം. പൊക്കുന്ന സാധനമുണ്ട്, ക്രെയിൻ വന്നിട്ട് അവനെ പൊക്കി കയറ്റിയാലേ പിന്നെ ഓടാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് തന്നെ ഗിയർ മാറി കയറിപ്പോകാൻ മേലാത്ത ചില സാഹചര്യങ്ങൾ വരും. നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ടോ അധ്വാനം കൊണ്ടോ ഒന്നും കയറിപ്പോകാൻ മേലാത്ത നിരാശയിലും തകർച്ചയിലും ഒക്കെ നമ്മൾ ചിലപ്പോൾ ചെന്ന് അകപ്പെടും. അങ്ങനെ പെട്ട് കഴിയുമ്പോൾ അവിടെ നമ്മളെ ലിഫ്റ്റ് ചെയ്യുന്ന സാധനം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം. എന്താണ് അതിൻ്റെ അർത്ഥം? കുഴിയിൽ വീണ് കിടക്കുന്നത് പോലെ നിരാശയിൽ, അപകർഷതാബോധത്തിൽ, പരാജയബോധത്തിൽ, സാമ്പത്തിക നഷ്ടത്തിൽ, ശാപത്തിൽ കുഴിയിൽ വീണ വണ്ടി പോലെ കിടക്കുമ്പോൾ ഒരു വചനം വന്ന് അകത്തേക്ക് തട്ടുമ്പോൾ, ഒരു വചനം വന്ന് ഹൃദയത്തിൽ ഇടിക്കുമ്പോൾ, ഒരു ക്രെയിൻ വന്നിട്ട് ഒരു ജീപ്പിനെ പൊക്കുന്നത് പോലെ വചനം നിന്നെ പൊക്കിയെടുത്ത സന്ദർഭങ്ങൾ ഇല്ലേ? വചനം നിന്നെ പൊക്കിയെടുത്തിട്ടുള്ള സന്ദർഭങ്ങളില്ലേ? ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. സ്വന്തം പരിശ്രമം കൊണ്ട് കരകയറാൻ പറ്റാതെ ഗിയർ മാറിയാലും കയറാത്ത കുഴിയിൽ ചെന്ന് വീണപ്പോൾ ഒരു വചനമാണ് അവിടെ നിന്ന് ചാടിക്കയറാൻ സഹായിച്ചത്. ഒരു വചനം മതി ഇന്ന് പകലിൽ നിന്നെ ഉയർത്തുവാൻ. ഒരു വചനം മതി ഇന്ന് പകലിൽ നിനക്ക് ജീവൻ തരുവാൻ. ഒരു വചനം മതി ഇന്ന് പകലിൽ നിനക്ക് രോഗശാന്തി തരുവാൻ. ഒരു വചനം മതി ഇന്ന് പകലിൽ നിനക്ക് കണ്ണു തുറക്കുവാൻ, യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് തന്നെ അവർ വചനം കേൾക്കാൻ ഭയങ്കരമായിട്ട് തിക്കും തിരക്കും കൂട്ടി. ശ്രദ്ധിക്കുക, ഇവർക്ക് ഇതിന് പകരം എന്തു കൊടുത്താൽ ഇവർ നിൽക്കും. ഇതിന് പകരം ഒന്നും കൊടുത്താലും നിൽക്കത്തില്ല. വചനത്തിന് പകരം വചനമേ ഉള്ളൂ, വേറൊന്നില്ല. എവരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ എന്ത് കൊടുക്കണം? ഒരു വണ്ടി മേടിച്ചു കൊടുത്താൽ പൊക്കോളുവോ? ഇല്ല. ഒരു ബിരിയാണി മേടിച്ചു കൊടുത്താൽ പോകുമോ? ഇല്ല. ഇവർക്ക് പോണേ ഇവർക്ക് എന്ത് കൊടുക്കണം? വചനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്നവന് ദൈവവചനമല്ലാതെ മറ്റൊന്നും കൊണ്ടും തൃപ്തി വരികയില്ല.
ഇവരതുപോലെ വചനത്തിന് വേണ്ടി ആഗ്രഹിച്ചു വന്നവരാണ്. നിങ്ങളുടെ ബൈബിളിൽ ആ വാക്യം ഉണ്ടോ എന്നൊന്നുകൂടെ നോക്കി. എല്ലാവരും ചേർന്ന് വായിച്ച്. ഉറക്കെ വായിച്ചോ, മൈക്കിൽ കൂടെ വായിക്കുന്ന ആൾ വായിച്ചോ. അവൻ ഗനസരത്ത് തടാകത്തിന്റെ എല്ലാവരും കരയിൽ ചേർന്ന് വായിച്ചോ. നിൽക്കുമ്പോൾ ആ, പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. കണ്ടോ? പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പ് ഉള്ള ഒരു കൂട്ടർ. ഇതാണ് ഒന്നാമത്തെ അത്യാവശ്യക്കാര്. ഞാൻ ഈ ഭാഗത്ത് കണ്ട ഒന്നാമത്തെ അത്യാവശ്യക്കാര്, വചനത്തിന് വേണ്ടിയുള്ള അത്യാവശ്യക്കാർ. രണ്ടാമത്തെ ആള്, കൂട്ടര്, വാക്യം 2 ഉറക്കെ വായിച്ചോ. അപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ കണ്ടു. എപ്പോൾ കണ്ടു? ആളുകൾ ഇങ്ങനെ തിക്കുമ്പോൾ യേശു എന്ത് കണ്ടു? പടക് കണ്ടു. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? മനസ്സിലാകണമെങ്കിൽ വചനത്തിനകത്തോട്ട് ഇറങ്ങണം. ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തിക്കിക്കൊണ്ടിരിക്കുക. യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ ഭാഷ പറയാം, യേശു ഒരു പ്ലാറ്റ്ഫോം തപ്പുക. അഞ്ച് പേരാണെങ്കിലേ അടുത്ത് നിർത്തി പറയാൻ പറ്റുള്ളൂ. 10 പേരാണ് ഇച്ചിരി അകന്ന് നിൽക്കാൻ പറയും. 100 പേരാണെങ്കിലോ അകന്ന് നിന്നാൽ പോരാ, പ്രസംഗം പൊക്കത്തിൽ കയറണം. 1000 പേരാണല്ലോ പ്രസംഗം പിന്നെയും പൊക്കത്തിൽ കയറണം. 10,000 പേരാണല്ലോ പിന്നെയും പൊക്കത്തിൽ കയറണം, അല്ലേ? അപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് തിക്കി തീർക്കാൻ തുടങ്ങി. അപ്പോൾ യേശു എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? എവിടെയാ ഒരു സ്റ്റൂളെങ്കിലും ഉണ്ടായിരുന്നെ കയറി നിൽക്കായിരുന്നല്ലോ. യേശു എന്ത് നോക്കുക? പ്ലാറ്റ്ഫോം നോക്കുക. സ്തോത്രം. യേശു ഇങ്ങനെ നോക്കുക. തിക്കിക്കൊണ്ടിരിക്കയിൽ അവൻ എന്ത് കണ്ടു? അപ്പോൾ അവൻ എന്താ നോക്കിയത്? പ്ലാറ്റ്ഫോമാണ് നോക്കിയത്. വെള്ളത്തിൽ ബോട്ട് കിടക്കുക, അതിലോട്ട് കയറിയ ഇവർ പിന്നെ കരയ്ക്ക് നിന്നോളും, വെള്ളത്തിലോട്ട് ചാടുകയല്ലോ. അപ്പോൾ ഇവരെ അകറ്റി നിർത്താനൊരു ടെക്നിക്കാണ്. പിന്നെ ബോട്ടെ നിന്നാൽ ഒരു പൊങ്ങി നിൽക്കാം, ഇവരെവിടെ ഇരുന്നോളും? കടപ്പുറത്തങ്ങ് ഇരുന്നോളും. നല്ലൊരു പ്ലാറ്റ്ഫോം, ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം, ചെറുതായിട്ട് അനങ്ങുന്ന, ഫാനൊന്നും വേണ്ട, നല്ല കാറ്റുള്ള, വെള്ളത്തിനകത്തുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോം. ഭയങ്കര വാടക കൊടുത്താണ് ഈ ബോട്ടിലൊക്കെ ഫാമിലി ട്രിപ്പ് പോണത്. ഫാമിലി ബോട്ട്, ഹൗസ് ബോട്ടൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു ഹൗസ് ബോട്ടിൽ യേശു പ്രസംഗിക്കുകയാണ്. മനോഹരമായ പ്ലാറ്റ്ഫോം. അപ്പോൾ രണ്ടാമത്തെ അത്യാവശ്യക്കാരൻ ആരാന്നറിയാമോ? പ്ലാറ്റ്ഫോം തിരയുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. മെസ്സേജ് അതിനകത്തുണ്ട്. എവിടെയെല്ലാം ജനം വചനം കേൾക്കാൻ ദാഹിക്കുന്നുവോ അവിടെയെല്ലാം യേശു പ്ലാറ്റ്ഫോം അന്വേഷിക്കുന്നു. യേശു സ്വർഗത്തിൽ നിന്ന് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടില്ല. പ്ലാറ്റ്ഫോം നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുക. ആരെങ്കിലും കൊടുക്കണം. മനസ്സിലായവർ കരകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലായോ? സംശയമുണ്ട്. യേശു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടില്ല. യേശു മൈക്ക് കൊണ്ടുവന്നിട്ടില്ല. യേശു കീബോർഡ് കൊണ്ടുവന്നിട്ടില്ല. യേശു പാട്ടുപുസ്തകം കൊണ്ടുവന്നിട്ടില്ല. യേശു പായം കൊണ്ടുവന്നിട്ടില്ല. യേശു കസേരയും കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. അതാ യേശു നോക്കുന്നത്. ഇപ്പം വചനം കേൾക്കാൻ ജനം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. സ്തോത്രം.